കൂടിയ വിലയ്ക്ക് അരി വാങ്ങിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് ജോയ് തോമസ്. ഹിതകരമല്ലാത്ത പല കാര്യങ്ങളും ചെയ്യാൻ വിസമ്മതിച്ചതിന്റെ പരിണിതഫലമാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾ. വിലക്കയറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ കൺസ്യൂമർ ഫെഡിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജയ അരിക്ക് സംസ്ഥാനത്ത് വിപണി വില 29 രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്നപ്പോൾ കൺസ്യൂമർ ഫെഡ് 50 പൈസയെങ്കിലും കുറച്ചാണ് അരി വാങ്ങിയിട്ടുള്ളതെന്ന് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് പറഞ്ഞു. ഇതേസമയം തന്നെ ഇതിലും ഉയർന്ന വിലയ്ക്കാണ് സപ്ലൈകോ അരി വാങ്ങിയിരുന്നത്. ഇപ്പോഴുയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരടിസ്ഥാനവുമില്ല. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിനെ തകർത്ത് വിലക്കയറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരാണ് സർക്കാരിന് പരാതി നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. 6 മാസമെങ്കിലും പേയ്മെന്റ് കൊടുക്കാൻ താമസിക്കുന്നുണ്ട് പലപ്പോഴും കൺസ്യൂമർ ഫെഡ്. സപ്ലൈകോ ആണെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ എടുക്കുന്നില്ല. എന്നിട്ടും സപ്ലൈകോ 29 രൂപ 50 പൈസയ്ക്ക് വാങ്ങിയ ആ സമയത്ത് കൺസ്യൂമർ ഫെഡ് 29 രൂപയ്ക്കാണ് ജയരി വാങ്ങിയിരിക്കുന്നത്. ടെൻഡർ ക്ഷണിച്ചാണ് എല്ലാ സാധനങ്ങളും കൺസ്യൂമർ ഫെഡ് വാങ്ങുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരം കൺസ്യൂമർ ഫെഡിലും ഈ ടെൻഡറിംഗ് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹിതകരമല്ലാത്ത ചില കാര്യങ്ങൾക്ക് വഴങ്ങാതിരിക്കുന്നതിനാൽ അതിന്റെ തിക്തഫലങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണോ ഗ്രൂപ്പുകളിൽ നിന്നാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞില്ല. ഹിതകരമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിലർ നിർബന്ധിച്ചിട്ടുണ്ട്. ഞാൻ അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവരോട് വളരെ സതുദ്ദേശപരമായി പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായ ചില തിക്താനുഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിനകത്ത് APC പ്രസിഡന്റ് അനുവാദം ഇല്ലാതെ വ്യക്തികളെ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഉൾപ്പെടെ ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.